നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ +1 ഫിസിക്സിലത്തെ ആദ്യത്തെ ചാപ്റ്റർ ആണ്. പാഠത്തിന്റെ പേരാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. ബോർഡ് എക്സാമിന് 4 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ ചോദിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പാഠത്തിലത്തെ ആദ്യത്തെ ടോപ്പിക് ആണ് എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഏതൊരു ക്വാണ്ടിറ്റിയാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്, ആ ക്വാണ്ടിറ്റിനെ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാസ് അല്ലെ, എന്റെ ഭാരം എനിക്ക് അല്ലെ, ഭാരം നോക്കണ മെഷീനിൽ കയറുന്നാൽ മതി, എനിക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. എന്റെ ഹൈറ്റ് ഒരു സ്കെയിൽ വെച്ചിട്ട് എനിക്ക് എന്റെ ഹൈറ്റ് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. നമുക്ക് അളക്കാൻ പറ്റിയ ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണ് physical quantities. Quantities which can be measured are called physical quantities. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം വരും, മെഷർ ചെയ്യാൻ പറ്റാത്ത ക്വാണ്ടിറ്റികൾ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത ക്വാണ്ടിറ്റികളും ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിഷമം അല്ലെ, നമ്മൾ നല്ല വിഷമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുക. നമ്മളങ്ങനെ പറയോ എനിക്ക് 2 കിലോ വിഷമുണ്ട്, അങ്ങനെ പറയോ? നമ്മളില്ല അല്ലെ. അതുപോലെ നല്ല സന്തോഷമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുക. നമ്മൾ പറയോ എനിക്കിത് 5.5 കിലോ സന്തോഷമുണ്ട്, അങ്ങനെ നമ്മൾ പറയോ? ഇല്ല. അപ്പൊ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത വസ്തുക്കൾ കൂടി ഉണ്ട്. അതുപോലെ സ്നേഹം അല്ലെ, ചിലപ്പോ ഒരു ലവേഴ്സ് നമ്മൾ പറയുണ്ടാവും അല്ലെ, എനിക്കിതിന് ആകാശത്തോളം സ്നേഹം എന്ന് പറയുണ്ടാവും അല്ലെ. പക്ഷെ അതൊരു മെഷർമെന്റ് ആണോ? ഒരളവ് വാല്യൂ ഉണ്ടായിരുന്നു? ഇല്ല. ഓക്കെ. അപ്പൊ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റിയ ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എല്ലാ മെഷർമെന്റിനും 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് നമ്പർ പാർട്ടും അതുപോലെ തന്നെ രണ്ടാമതായിട്ട് യൂണിറ്റ് പാർട്ടും. എല്ലാ മെഷർമെന്റിനും 2 ഭാഗങ്ങളുണ്ട്. ഒരു നമ്പർ പാർട്ടും ഉണ്ട്, അതുപോലെ തന്നെ ഒരു യൂണിറ്റ് പാർട്ടും ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്റെ കയ്യില് ഒരു ജീരകത്തിന്റെ പാക്കറ്റ് ഉണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 100 ഗ്രാം. അപ്പൊ 100 എന്ന് പറയണത് എന്താണ്? നമ്പർ പാർട്ടാണ്. ഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണത്? യൂണിറ്റ് പാർട്ടാണ്. പിന്നെ എന്റെ കയ്യില് അടുത്തതായിട്ട് ഒരു ഡെറ്റോളിന്റെ കുപ്പി ഉണ്ട് കേട്ടോ. ഈ ഡെറ്റോളിന്റെ കുപ്പിയിൽ എഴുതി വെച്ചിരിക്കുകയാണ് 125 ml എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ 125 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ പാർട്ടാണ്. നമ്മുടെ ml എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് പാർട്ടാണ്. എല്ലാ മെഷർമെന്റിനും 2 ഭാഗങ്ങളുണ്ട്. നമ്പർ പാർട്ടും ഉണ്ട്, അതുപോലെ തന്നെ യൂണിറ്റ് പാർട്ടും ഉണ്ട്. അപ്പൊ എന്താ ഈ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് കമ്പാരിസന് വേണ്ടിയിട്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ കയ്യിൽ മക്കളെ ശ്രദ്ധിക്കുക, എന്റെ കയ്യിൽ ഒരു 1 കിലോന്റെ കട്ടിയുണ്ട്. നമ്മൾ കടകളിലൊക്കെ പോകുമ്പോൾ ഭാരം നോക്കാനായിട്ട് ഉപയോഗിക്കുന്ന കട്ടിയില്ലേ, ഇരുമ്പിന്റെ കട്ടിയുണ്ട്. ഇത് 1 കിലോന്റെ. അപ്പൊ ഇതൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് 1 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇത് വെച്ച് കമ്പയർ ചെയ്യാം. 2 കിലോ എന്തോരം ഉണ്ടാവും അല്ലെ? 2 കിലോ എന്തോരം ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇത്രയ്ക്ക് ഉണ്ടാവും, 2 കിലോ അല്ലെ. പിന്നെ നമുക്ക് വേണമെങ്കിൽ 5 കിലോ അല്ലെ, 5 കിലോ എന്തോരം ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നത് ഇത്രത്തോളം ഉണ്ടാവും 5 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. 5 കിലോ എന്ന് പറഞ്ഞത് ഇത്രത്തോളം ഉണ്ടാവും. 100 കിലോ എന്തോരം ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വാല്യൂ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക ചെയ്യുന്നത് അളവ് മെഷർമെന്റിനെ. ആ സ്റ്റാൻഡേർഡ് വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് ഇത് 100 ഗ്രാമാണ്. അപ്പൊ 200 ഗ്രാം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇരട്ടി എന്നുള്ള ധാരണ നമുക്കുണ്ട് അല്ലെ. പക്ഷെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എടുത്തുള്ള എത്രയാണ്? 100 ഗ്രാമാണ്. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. അപ്പൊ എന്താ യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വൈൽ ഡൂയിങ് മെഷർമെന്റ് വി വിൽ കമ്പയർ ദ വാല്യൂ വിത്ത് ആൻ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് വാല്യൂ. ദാറ്റ് സ്റ്റാൻഡേർഡ് വാല്യൂ ഈസ് കോൾഡ് യൂണിറ്റ്. ആ സ്റ്റാൻഡേർഡ് വാല്യൂവിനെ വിളിക്കുന്ന പേരെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എത്ര കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ വിചാരിക്കുകയാണ്. നമ്മൾ പറഞ്ഞത് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താ, അതുപോലെ തന്നെ എന്താണ് യൂണിറ്റ്സ്. എല്ലാ അളവെടുപ്പിനും 2 ഭാഗങ്ങളുണ്ട്. നമ്പർ പാർട്ടും ഉണ്ട്, അതുപോലെ തന്നെ യൂണിറ്റ് പാർട്ടും ഉണ്ട്. അതിനോട് എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു മെറ്റൽ ബോളാണെന്ന് വിചാരിക്കുക, ഇരുമ്പിന്റെ ഒരു ബോളാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ എന്താണ് അതിന്റെ മാസ് 5 കിലോഗ്രാം എന്ന് വിചാരിക്കുക. നിങ്ങൾ 5 എന്ന് പറയുന്നത് നമ്പർ പാർട്ടാണ്, കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് പാർട്ടാണ്. ഓക്കെ, ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ 2 എണ്ണമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ സബ് ഡിവൈഡഡ് ഇൻടു 2. അത് ഏതൊക്കെയാണ്? ഒന്നാമത്തെ വിളിക്കുന്ന പേരാ മക്കളെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. രണ്ടാമത്തെ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. എന്താണ് ഇവര് തമ്മിലുള്ള വ്യത്യാസം? ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന് വേറെ ആരായിട്ടൊരു ബന്ധമില്ല. ഇൻട്രോവേർട്ടാ, വേറെ ആരായിട്ടും ഒരു ബന്ധമില്ല. ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ മെഷർ ചെയ്യാം.
അത്തരം ക്വാണ്ടിറ്റികൾ വിളിക്കുന്ന പേരാണ് മക്കളെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരെ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്. ഓക്കെ, ക്വാണ്ടിറ്റീസ് വിച്ച് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ ആർ കോൾഡ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. വേറെ ആരായിട്ടുള്ള ഒരു ബന്ധമില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിന്റെ നീളം എനിക്ക് അറിയാനായിട്ട് വേണമെങ്കിൽ ഈ സ്കെയിൽ വെച്ചിട്ട് എനിക്ക് മെഷർ ചെയ്യാം. വേറെ ആരായിട്ടും ബന്ധമില്ല. ഈ സ്കെയിൽ വെച്ചിട്ട് എനിക്ക് ഇതിന്റെ നീളം വേണമെങ്കിൽ മെഷർ ചെയ്യാം. അല്ലെ, ഇവിടെ നോക്കി ഇവിടെ വരെ എന്തോരം നമുക്ക് വേണമെങ്കിൽ മെഷർ ചെയ്യാം. വേറെ ആരായിട്ടുള്ള ഒരു ബന്ധമില്ല. അടുത്ത് പറയുമ്പോഴാണ് ഇത് കൂടുതൽ നമുക്ക് ക്ലിക്ക് ആവാം. അപ്പൊ മനസ്സിലാക്കാം, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ സംഗതി? ക്വാണ്ടിറ്റീസ് വിച്ച് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ ആർ കോൾഡ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. എക്സാമ്പിൾ ലെങ്ത്, വേറെ ആരായിട്ടും ബന്ധമില്ല. നമുക്ക് ഡയറക്റ്റ് ടൈപ്പ് ഉണ്ടെങ്കിൽ മെഷർ ചെയ്യാം. മാസ്, ആ മാസ് നോക്കണം, മെഷീനിൽ കയറുന്നാൽ മതി. ടൈം വാച്ച് വെച്ച് നമുക്ക് മെഷർ ചെയ്യാം. വേറെ ആരായിട്ടൊരു ബന്ധമില്ല. അടുത്താണ് മക്കളെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ സംഗതി? ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ മറ്റുള്ള ക്വാണ്ടിറ്റീസ് ആയിട്ട് അവനൊരു ബന്ധമുണ്ട്. മറ്റുള്ള ക്വാണ്ടിറ്റീസ് കിട്ടിയാലേ നമുക്കിത് കിട്ടുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പീഡ് കിട്ടാനായിട്ട് ഡിസ്റ്റൻസും അറിയണം, ടൈമും അറിയണം. രണ്ടാൾക്കാരായിട്ട് ബന്ധമുണ്ട് ഇവര്, ഇൻട്രോവേർട്ട് അല്ല. അത്തരം ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെ, അപ്പൊ വേറെ എക്സാമ്പിൾ ഫോഴ്സ്. മാസും വേണം, ആക്സിലറേഷനും വേണം, എന്നാലേ നമുക്ക് ഫോഴ്സ് കിട്ടുള്ളൂ. ന്യൂട്ടന്റെ സെക്കൻഡ് ലോയോ അത്. അല്ലെ, മാസും അറിയണം, ആക്സിലറേഷൻ അറിഞ്ഞാലേ നമുക്ക് ഫോഴ്സ് കിട്ടുള്ളൂ. രണ്ടാൾക്കാരായിട്ട് ബന്ധമുണ്ട്. മേലെ അങ്ങനെയാണോ? അവനൊരു ഇക്വേഷൻ ഒക്കെ ഉണ്ടായില്ല. ഓക്കെ, അപ്പൊ ക്വാണ്ടിറ്റീസ് വിച്ച് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അല്ലെ, അപ്പൊ ഇത്ര കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ പഠിച്ചത് എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി, എന്താണ് യൂണിറ്റ്, എല്ലാ മെഷർമെന്റിനും 2 ഭാഗങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ 2 തരംതിരിച്ചിട്ടുണ്ട്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അതിന് എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് നമ്മൾ പഠിച്ചു, എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് ആണ് കേട്ടോ. നീളം എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ലെങ്ത്. ഈ ലെങ്ത്തിനെ നമ്മൾ ഏതൊക്കെ യൂണിറ്റ്സിലാണ് പറയാറ്? നമ്മള് ലെങ്ത്തിന്റെ യൂണിറ്റ്സ് നമ്മൾ മീറ്ററിൽ പറയാറുണ്ടാ, സെന്റിമീറ്ററിൽ പറയാറുണ്ട്, മില്ലിമീറ്ററിൽ പറയാറുണ്ട്, ഇഞ്ചിൽ പറയാറുണ്ട്, അല്ലെ, കിലോമീറ്ററിൽ പറയാറുണ്ട്, മുഴം എന്ന് പറയുന്ന ഒരു അളവ് നമ്മൾ പറയാറുണ്ട്. അല്ലെ, ഇതൊക്കെ ലെങ്ത്തിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള യൂണിറ്റാ. പല രാജ്യങ്ങളിൽ അല്ലെങ്കിൽ പല സ്ഥലത്ത് പല രീതിയിൽ ഈ യൂണിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? അല്ലെ, ഇവിടെ നമ്മൾ ഇതേ മീറ്ററിൽ പറയുന്നത്, തൊട്ടപ്പുറത്തെ രാജ്യത്ത് ഇതേ കിലോമീറ്ററിൽ പറയുന്നത്, അല്ലെങ്കിൽ മില്ലിമീറ്ററിൽ പറയുന്നത്, അവിടെ ഒരു ഇഞ്ചിൽ പറയുന്നത്, അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് സയന്റിസ്റ്റുകൾ കൊണ്ടുവന്നിട്ടുള്ള ആദ്യത്തെ സിസ്റ്റമാണ് CGS സിസ്റ്റം. ഈ CGS സിസ്റ്റം പ്രകാരം ലെങ്തിനെ ആദ്യത്തെ ലെറ്റർ സെന്റിമീറ്ററിൽ പറയണം, മാസിനെ രണ്ടാമത്തെ ലെറ്റർ ഗ്രാമിൽ പറയണം, സമയത്തെ മൂന്നാമത്തെ ലെറ്റർ സെക്കൻഡിൽ പറയണം. അല്ലെ, നീളത്തെ സെന്റിമീറ്ററിൽ, ഭാരത്തെ ഗ്രാമില്, സമയത്തെ സെക്കൻഡില്. പക്ഷെ നീളത്തെ സെന്റിമീറ്ററിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സുഖാവില്ല. അല്ലെ, അപ്പൊ അവർക്ക് ഈ സിസ്റ്റം അത്ര പോരാന്ന് തോന്നിയിട്ട് അടുത്തതായിട്ട് കൊണ്ടുവന്ന സിസ്റ്റമാണ് FPS സിസ്റ്റം. ഈ FPS സിസ്റ്റം പ്രകാരം നീളത്തെ ആദ്യത്തെ ലെറ്റർ ഫൂട്ടിൽ പറയണം, ഭാരത്തെ രണ്ടാമത്തെ ലെറ്റർ പൗണ്ടിൽ പറയണം, സമയത്തെ മൂന്നാമത്തെ ലെറ്റർ സെക്കൻഡിൽ പറയണം. ഇത് അത്ര ബെറ്റർ ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ലാതെ അവർക്ക് മനസ്സിലായി. പിന്നീട് അവന്മാര് കൊണ്ടുവന്ന സിസ്റ്റം ആണോ MKS സിസ്റ്റം. ഈ MKS സിസ്റ്റം പ്രകാരം നീളത്തെ മീറ്ററിൽ പറയണം, ആദ്യത്തെ ലെറ്റർ മീറ്ററിൽ പറയണം, ഭാരത്തെ രണ്ടാമത്തെ ലെറ്റർ കിലോഗ്രാമിൽ പറയണം, സമയത്തെ മൂന്നാമത്തെ ലെറ്റർ സെക്കൻഡിൽ പറയണം. അത്ര വലിയ കുഴപ്പമില്ലാത്ത സിസ്റ്റമാണ് ഏറ്റവും അവസാനത്തെ സിസ്റ്റം. അതിന് പല പല റിവിഷൻസ് ഒക്കെ കഴിഞ്ഞ്, മോഡിഫിക്കേഷൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഈ 2026 ഇന്ന് ഫോളോ ചെയ്യുന്ന സിസ്റ്റത്തിന്റെ പേരാണ് SI സിസ്റ്റം. ഇതൊരു നമ്മുടെ MKS സിസ്റ്റത്തിന്റെ ഒരു തുടർച്ചയാണ്. നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന സിസ്റ്റത്തിന് വിളിക്കുന്ന പേരാണ് SI സിസ്റ്റം. ഈ SI സിസ്റ്റത്തില് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, അതുപോലെ 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ഉണ്ട്. SI സിസ്റ്റം ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ്.
ആ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഇപ്പൊ അടുത്തിടെയായിട്ട് നമ്മുടെ എക്സാംസിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിൽ ഒന്നാമത്തെ ആരാന്നറിയോ മക്കളെ? ഒന്നാമത്തെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ് മാസ്. അതിന്റെ യൂണിറ്റ് കിലോഗ്രാം, സിമ്പല് kg. പ്രത്യേകം നോട്ട് ചെയ്യണടാ, ഇതും സ്മോൾ ലെറ്റർ ആവണം കേട്ടാ. ക്യാപിറ്റൽ എഴുതിയ ഉത്തരം തെറ്റി. ഓക്കെ, ഇനി രണ്ടാമതാണ് ലെങ്ത്. ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ, സിമ്പല് m. പ്രത്യേകം മനസ്സിലാക്കണ്ടടാ, ഇത് രണ്ടും സ്മോൾ ലെറ്റർ ആവണം. ക്യാപിറ്റൽ എഴുതിയ തെറ്റി. അടുത്തതാണ് ടൈം. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് s. രണ്ടും സ്മോൾ ലെറ്റർ ആവണം. ക്യാപിറ്റൽ എഴുതിയ തെറ്റി. അടുത്തത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് കെൽവിൻ ആണ്. നമ്മൾ കുറെ യൂണിറ്റ്സ് പഠിച്ചിട്ടുണ്ടല്ലേ, ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാ. പക്ഷെ അതിന്റെ SI യൂണിറ്റ് ആണ് കെൽവിൻ. അതിന്റെ സിമ്പല് ക്യാപിറ്റൽ ലെറ്റർ K. എന്താ അപ്പൊ അത് ക്യാപിറ്റൽ ലെറ്റർ K ആയ? ബിക്കോസ് ഇറ്റ് ഈസ് എ നെയിം ഓഫ് എ സയന്റിസ്റ്റ്. നമ്മൾ പേരിൽ ഇങ്ങനെ എഴുതുമ്പോ ഇത് സ്മോൾ ലെറ്റർ ആവണം, സിമ്പൽ എഴുതുമ്പോ അത് ക്യാപിറ്റൽ ലെറ്റർ ആവണം. അടുത്താണ് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് ഇലക്ട്രിക് കറണ്ട്. അതിന്റെ യൂണിറ്റ് എന്താ മക്കള്? ആംപിയർ. ആംപിയർ. അപ്പൊ ഇങ്ങനെ എഴുതുമ്പോ അത് ഇത് സ്മോൾ ലെറ്റർ ആവണം, സിമ്പിൾ എഴുതുമ്പോ അത് ക്യാപിറ്റൽ ലെറ്റർ ആവണം. സ്പെഷ്യൽ ആയിട്ട് നോട്ട് ചെയ്യണേ, ബിക്കോസ് ഇറ്റ് ഈസ് എ നെയിം ഓഫ് എ സയന്റിസ്റ്റ്. ഇനി അടുത്ത കണ്ട ലൂമിനസ് ഇന്റൻസിറ്റി, പ്രകാശ തീവ്രത. അതിന്റെ യൂണിറ്റ് ആണ് കാൻഡല. സിമ്പല് CD. എല്ലാം സ്മോൾ ലെറ്റർ ഇടാ. ഇനി അടുത്തത് മക്കളെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. നമ്മുടെ ആളല്ല, കെമിസ്ട്രിയിലത്തെ ആളാണ്. അതിന്റെ യൂണിറ്റ് മോൾ, സിമ്പിള് മോൾ. ഒരു വ്യത്യാസം, ഇവിടെ E ഉണ്ട്, ഇവിടെ ആരില്ല, സിമ്പിൾ E ഇല്ല. ഇതാണ് നമുക്ക് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്തോളണം. ഇത് സ്മോൾ ലെറ്റർ ആവണം, ഇത് ക്യാപിറ്റല്, സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ. ഓക്കെ, ഇത് രണ്ടും സ്മോൾ ആവണം, ഇത് രണ്ടും സ്മോൾ ആവണം, ഇത് അല്ലെ, പിന്നെ ഇത് രണ്ടൊക്കെ സ്മോൾ ആവണം. ഓക്കെ, ഇതൊക്കെ സ്മോൾ ആവണം. ക്യാപിറ്റലിൽ വരുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ, നോക്കി വെച്ചോളൂ. 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ് നമ്മുടെ SI സിസ്റ്റത്തില്? ഫസ്റ്റ് സപ്ലിമെന്ററി ക്വാണ്ടിറ്റി ആണ് മക്കളെ പ്ലെയിൻ ആംഗിൾ. അതിന്റെ യൂണിറ്റ് റേഡിയൻ, സിമ്പിൾ റാഡ്. അല്ലെ, പ്ലെയിൻ ആംഗിൾ, റേഡിയൻ, റാഡ്. അടുത്താണ് സോളിഡ് ആംഗിള്. ഈ സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് സ്റ്റെറേഡിയൻ, സിമ്പിള് SR. അല്ലെ, സ്റ്റെറേഡിയൻ, SR. അപ്പൊ ഈ പ്ലെയിൻ ആംഗിളിനെ പറ്റിയിട്ട് നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. എന്താ പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്ലെയിൻ, പ്രതലം. പ്രതലത്തിൽ വരയ്ക്കുന്ന ആംഗിൾ ആണ് പ്ലെയിൻ ആംഗിൾ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ബോർഡ് ഇസ് എ പ്ലെയിൻ. അല്ലെ, ബ്യൂട്ടിഫുൾ, എന്താ പറയാ, ഒരു പ്ലെയിൻ ആണ് നമ്മുടെ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെ, അപ്പൊ ആ പ്രതലത്തില് ഞാൻ നേടാ മക്കളെ ഒരു ആംഗിൾ കാണിക്കുകയാണ്. യു ജസ്റ്റ് കൺസിഡർ എ ബോൾ ഹിയർ ഇൻ ദ പൊസിഷന്. അത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടേക്ക് എത്തിയെന്ന് വിചാരിക്കടാ, പൊസിഷൻ P. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തടാ, ദിസ് ആംഗിൾ ഇസ് തീറ്റ. ഈ തീറ്റനെ വിളിക്കുന്ന പേരെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പ്ലെയിൻ ആംഗിൾ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മേക്ക് ചെയ്യാം? പ്ലെയിൻ ആംഗിളിന്റെ ഇക്വേഷൻ എന്താ? ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് എന്ന് പറഞ്ഞാൽ, ആർക്ക് ലെങ്ത് എന്ന് വെച്ചാൽ ദിസ് ഡിസ്റ്റൻസ് AB. അല്ലെ, ഓക്കെ, AB. ഇതാണ് ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് R. ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് R. ഇത് നമുക്ക് ആവശ്യമുണ്ട്. അപ്കമിങ് ചാപ്റ്റേഴ്സിലേക്കും +2 ഒക്കെ നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ ആണ്. പ്ലെയിൻ ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. ഓക്കെ, ഇനി അടുത്ത മക്കളെ സോളിഡ് ആംഗിൾ. ഈ സോളിഡ് ആംഗിളിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഈ കപ്പലിട്ടൊക്കെ നിൽക്കുന്നില്ല. ഈ കപ്പലിട്ടൊക്കെ നമുക്ക് എങ്ങനെ കിട്ടാം? കുടിയിട്ടല്ലേ നമുക്ക് കിട്ടാം. കപ്പലിനൊക്കെ ഇതേപോലെ കുടിയിട്ടല്ലേ നമുക്ക് കിട്ടാം. ഓക്കെ, ഇതേപോലെ നമുക്ക് കപ്പലിന് പൊതിഞ്ഞ് കിട്ടും അല്ലെ. അപ്പൊ മക്കളെ ശ്രദ്ധിക്കടാ, ഇതിനകത്തുള്ള ഒരു ആംഗിൾ കണ്ടാ നിങ്ങൾ? ആംഗിൾ, ഈ ആംഗിളിനെ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ എന്താ പറയാ, ഒരു ബോൾ കൺസിഡർ ചെയ്യുക. അകത്ത് ഫില്ലിംഗ് ഉള്ള ഒരു ബോൾ കൺസിഡർ ചെയ്യുക. അതിൽ ഞാനൊരു കോൺ കട്ട് ചെയ്തെടുക്കുക. ആ കട്ട് ചെയ്തെടുത്ത കോൺ ആണ് ഇത്. ഓക്കെ, അപ്പൊ ഈ നമ്മുടെ സോളിഡ് ആംഗിളിന്റെ ഇക്വേഷൻ എന്താ പറയുക? സോളിഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ പ്രതലമില്ലേ, ഈ വട്ടത്തിലുള്ള ഈ പ്രതലം, ഈ പ്രതലത്തിന്റെ ഏരിയ അതെങ്ങനെ നമ്മൾ കാണിക്കടാ? ദിസ് ഏരിയ അല്ലെ, ദിസ് ഏരിയ, ഈ ഏരിയ, സർഫസ് ഏരിയ ഡിവൈഡഡ് ബൈ
ഇവിടെ മുതൽ ഇവിടം വരെ അല്ലെ, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഇതിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ്. ആ റേഡിയസിന്റെ സ്ക്വയർ, ആ റേഡിയസിന്റെ സ്ക്വയർ. അപ്പൊ ഇക്വേഷൻ സർഫസ് ഏരിയ ഡിവൈഡഡ് ബൈ മീൻ സർഫസ് ഏരിയ ഡിവൈഡഡ് ബൈ റേഡിയസിന്റെ സ്ക്വയർ. സർഫസ് ഏരിയ ഡിവൈഡഡ് ബൈ റേഡിയസിന്റെ സ്ക്വയർ. എന്താണ് റേഡിയസ് എന്ന് നോക്കി. ഓക്കെ, വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചടാ? സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് നമ്മൾ പഠിച്ചു അല്ലെ. നമ്മൾ ഫോളോ ചെയ്യണത് SI സിസ്റ്റം ആണെന്ന് പഠിച്ചു അല്ലെ. അപ്പൊ SI സിസ്റ്റത്തിൽ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചു. സൂപ്പറായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് കേട്ടാ. അപ്പൊ താങ്ക് യു.